ഈ വീട് പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ പോലും ആളുകൾക്ക് അങ്ങനെ ഒരു സ്ഫോടനമാണെന്ന് അവർ സംശയിച്ചില്ല. കാരണം ആ തൊട്ടടുത്ത വീട്ടിലെ ആൾ നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇടിമിന്നൽ ഉണ്ടായതാണ്, വീടിന് മിന്നലേറ്റതാണെന്നാണ് അവർ സംശയിച്ചത്. അത്രമേൽ അതുപോലൊരു നാട്ടിൻപുറമാണ്, അത്രമേലൊരു ഗ്രാമീണ മേഖലയാണ്. സ്വാഭാവികമായി ഇവിടെ ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് ശേഖരിക്കുന്നുണ്ടെന്നോ ഇവിടെ നിർമ്മിക്കുന്നുണ്ടെന്നോ ഒന്നും ആരും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഇത് തുടർച്ചയായി ഈ അനൂപ് ആർക്ക് വേണ്ടി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നു, നിർമ്മിച്ച് സൂക്ഷിക്കുന്നു എന്നതാണ്. കാരണം ഇത് ഇന്നും ഇന്നലെയുമല്ല അനൂപ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതും അതിന് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുമൊക്കെ. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ അയാൾ അത്തരത്തിൽ സമാനമായ സംഭവങ്ങളിൽ ചാലക്കുന്നിലെ സംഭവമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ഇത് നിർമ്മിക്കുന്നതിനോ സൂക്ഷിക്കുന്നതിനോ ഉള്ള ലൈസൻസ് ഇല്ല. പക്ഷേ എന്ന് മാത്രമല്ല, ഈ ഏതെങ്കിലും ഉത്സവത്തിനോ മറ്റോ ആണ് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഇതൊരു ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെ ഏതാണ്ട് ഉത്സവമൊക്കെ. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സുനിൽ. അപ്പോൾ പറഞ്ഞത് ഇതിന് അനുമതിയൊന്നുമില്ലാതെയാണ് അവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന വീടിനുള്ളിൽ നടന്നിട്ടുണ്ടാകില്ല. അപ്പോൾ അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ പരിശോധനയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? പറഞ്ഞത് അത് കൃത്യമായി നമുക്കതിന്റെ ക്വാളിറ്റി അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ സൂക്ഷിച്ചു വെച്ചിരുന്ന മുഴുവൻ സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് പൊട്ടിത്തെറിച്ച് അതിന്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതിന്റെ വിവിധ പ്രദേശങ്ങളിലായി ചിതറിത്തെറിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മുറിയിലാണ് പൂർണ്ണമായും ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അതിനോട് ചേർന്ന് മറ്റൊരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിലെ കട്ടിലാണ് ഇയാൾ ഈ കൊല്ലപ്പെട്ടിരുന്നത്. അയാളുടെ ദേഹത്തേക്ക് വീടിന്റെ മേൽക്കൂര അടക്കമുള്ള അവശിഷ്ടങ്ങൾ വന്ന് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചേറി പോകുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് ഈ തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഈ വലിയ ഗുണ്ട് പോലുള്ള സ്ഫോടക വസ്തുക്കൾ അത് അബദ്ധത്തിൽ നിലത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ഫോടനം ഉണ്ടാകാം. അതല്ലെങ്കിൽ ഈ സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഫോടനം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അങ്ങനെ രാത്രിയിൽ എപ്പോഴോ ഇത് പൊട്ടിത്തെറിച്ചാണ്. രാത്രി ഏതാണ്ട് നമുക്കറിയാം 12:55 ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധന ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഒരാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.